ശ്രീ സ്റ്റാലിൻ ദേവൻ, ഈ വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുള്ള കോൺഗ്രസ്, ലീഗ്, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വിശദമായിട്ടുള്ള വാദം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായിട്ടല്ല, അല്ല, ഇപ്പം തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. അനൂപിൻ്റെ വാക്കുകളിലും ഞാനത് കണ്ടു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2:08 സുപ്രീം കോടതിയിൽ എൻ്റെ വാദം ആരംഭിച്ചത്. ആ കംപ്ലീറ്റ് എൻ്റെ അവസാനം വരെ ഞാൻ ഇപ്പം നമുക്ക് കാണാൻ പറ്റും, വീട്ടിലിരുന്നാലും കാണാൻ പറ്റും. അത് സശ്രദ്ധം അതിൻ്റെ അവസാനം വരെ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ കണ്ണുകളും കാതുകളും കൊണ്ടാണ് അത് കേട്ടതും കണ്ടതും. അതുകൊണ്ട് എനിക്ക് മറ്റാരും പറയുന്ന ഒരു ഇൻഫർമേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് അഡ്മിഷനാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വാദത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമേ ഇരു സൈഡിൽ നിന്നും ഈ വാദം പറയാവൂ. 2-3 പേര് ഒരു പ്രാവശ്യം ഒരാൾ സംസാരിച്ച വിഷയം മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ കപിൽ സിബൽ സാറ് അദ്ദേഹത്തിൻ്റെ വാദമായിരുന്നു ആദ്യം തുടങ്ങിയത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ സത്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാദം കണ്ടത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തിന് പറയാനുള്ള ഗ്രൗണ്ട്സ് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇല്ല. അത് ഈ വഖഫ് വിഷയം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് വെയർ വെരി വെരി വീക്ക്. അതായത് ഒരു മിസ്ലീഡ് ചെയ്തിട്ട് കോടതി ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കോടതി രാംകുമാർ സാർ പറഞ്ഞതൊക്കെ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഇരുന്ന സമയത്ത് ഈ വഖഫ് ബോർഡ് ഹൈക്കോടതിയെ അടിച്ചു മാറ്റിയെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും കപിൽ സിബൽ സാറിൻ്റെ വാദം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് തുഷാർ മേത്ത സാറായിരുന്നു പിന്നെ എതിർഭാഗം പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് കോടതിയുടെ സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് ആ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സമ്മതിച്ചു. ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ. എന്നാലും ടു സം എക്സ്റ്റെൻറ്റ് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിന് അവസാനം വന്നിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് തന്നെ കോടതിക്കുണ്ടായ ഒരു സംശയം എന്ന് വെച്ചാൽ, കപിൽ സിബൽ സാർ പറഞ്ഞത് ഈ വഖഫ് ബോർഡിൽ ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ 10ഓളം ആൾക്കാരെ നിയമിക്കാൻ പറ്റും, നോൺ മുസ്ലിംസിനെ. അതുകൊണ്ട് ഇതിൻ്റെ ഭരണമൊക്കെ താറുമാറാവും, അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിന് തുഷാർ മേത്ത സാർ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ കോടതിയുടെ സംശയം വന്നു, നിങ്ങളപ്പോൾ 2 പേരെ മാത്രമേ ഇതിൽ നോൺ മുസ്ലിം ആയിട്ട് ഈ എക്സ് ഒഫിഷ്യോ കഴിഞ്ഞിട്ട് നിയമിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ തുഷാർ മേത്ത സാർ പറഞ്ഞു, ഓക്കെ, ഐ ആം റെഡി ടു ഗിവ് എൻ അഫിഡവിറ്റ്. ഞാൻ അതിനൊരു സത്യവാങ്മൂലം തരാം, കാരണം ഇത് JPC റിപ്പോർട്ടും കൂടെ പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയായിരുന്നു. അതിനുശേഷം വന്നിട്ട് കപിൽ സിബൽ സാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വഖഫ് ബൈ യൂസറുണ്ട്, ഇത് സുപ്രീം കോടതി വരെ അംഗീകരിച്ചിരുന്ന ഒരു സാധനമാണ്. ഈ ആക്ട് നിലവിൽ വന്ന പിന്നെ വഖഫ് ബൈ യൂസർ എന്നൊരു സാധനമേ കാണില്ല. അതിന് മറുപടിയായിട്ട് തുഷാർ മേത്ത സാർ പറഞ്ഞത് തെറ്റാണ്. കാരണം 1923 മുതൽ പല രീതിക്കുള്ള ഈ വഖഫ് ആക്റ്റുകൾ നിലവിലുണ്ട്. അതിലെല്ലാം ഒരു മാൻഡറ്ററി പ്രൊവിഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫുകൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ്. അതായത് 1923 മുതൽ 102 വർഷം വരെ അവർക്ക് അവരുടെ വഖഫുകൾ അതാത് വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കൾ ഞങ്ങൾ അതിൽ തൊടുന്നില്ല, ആ സ്റ്റാറ്റസ് അതുപോലെ തന്നെ തുടരും. അടുത്തതായിട്ട് പറഞ്ഞു, സർക്കാർ വക വസ്തു അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ഉള്ള വസ്തു. അപ്പം ഈ കപിൽ സിബൽ സാർ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ, 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കം, അല്ല അത് വഖഫാണ് അല്ല എന്നൊക്കെ, ആ തർക്കമല്ല. രാംകുമാർ സാറിന് അറിയാൻ പറ്റുമല്ലോ, ലീഗൽ ടേംസിൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കോടതി മുമ്പായുള്ള തർക്കം എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയത്തിൽ അത് അതിൻ്റെ ഫൈനൽ അഡ്ജുഡിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ സർക്കാർ അങ്ങനെ വസ്തു, ഈ സർക്കാർ വസ്തുവാണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനടിയുള്ള പ്രൊവിഷൻ എന്നും തുഷാർ മേത്ത സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ അവസാനമാണ് വന്നത് ഈ 1995 വഖഫ് ആക്ട്. അതിന് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞ് ചലഞ്ച് ചെയ്ത് കുറേയേറെ 300ഓളം ഈ റിട്ട് പെറ്റീഷൻസ് ആൾറെഡി പെൻഡിങ് ആണ്. അപ്പോഴാണ് കോടതിയുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അത് കേട്ടാൽ മാത്രമേ ഈ പുതിയ ഈ വിഷയം പരിഗണിക്കാൻ പറ്റൂ. അപ്പോൾ അതും പരിഗണിക്കണം. എന്നിട്ട് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അഡ്മിഷൻ സ്റ്റേയിൽ മാത്രമാണ്, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്നും വാദിക്കേണ്ട കാര്യമില്ല, 2 കാര്യങ്ങൾ മാത്രം പറയുക. അതായത് കോടതിയുടെ താല്പര്യം ഇതെല്ലാം അതാത് ഹൈക്കോടതികളിലേക്ക് വിടാനാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. രണ്ടാമതായിട്ട് ഈ സുപ്രീം കോടതി ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രം പറയാം.
ഈ രണ്ട് സൈഡിൽ നിന്നും വളരെ 2-3 പേര് മാത്രമേ സംസാരിക്കാവൂ, ബാക്കി ആർക്കും തന്നെ ഞങ്ങൾ ചാൻസ് തരുന്നില്ല. അത് നമ്മൾ ഫൈനൽ ആർഗ്യുമെൻ്റ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സമയം തരാം. ഇത് അതിനുള്ള ഒരു അവസരം അല്ല. ഇത്രയും സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു, അവസാനം ഡിക്റ്റേഷനിൽ കടക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ ഈ 2 കാര്യങ്ങളെ ഞങ്ങൾ പറയാൻ പോകുന്നത്, അതായത് 2-ൽ കൂടുതൽ നോൺ മുസ്ലിംസിനെ ഒരു വഖഫ് ബോർഡിലും നിയമിക്കില്ല. അതോടൊപ്പം തന്നെ ഈ വഖഫ് ബൈ യൂസർ അത് പോയപ്പോഴാണ് ഈ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത്, അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ. അതെ, തീർച്ചയായിട്ടും നമ്മളെ വഖഫ് ആക്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും, വഖഫ് ബൈ യൂസർ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളെ തൊടില്ല എന്ന് ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ കപിൽ സിബൽ സാർ അത് വേറൊരു രീതിക്ക് അവതരിപ്പിച്ചപ്പോഴാണ് ഈ തുഷാർ മേത്ത സാർ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തപ്പോഴാണ് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്നും ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് സത്യമാണെന്നേ. അതായത് ആൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് ബൈ യൂസർ വസ്തു, അതെ, അതിന് വെളിയിലുള്ള ഇതുവരെയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വസ്തുക്കൾ, അത് സർക്കാർ വക വസ്തുക്കളാണെങ്കിലോ തർക്കമുണ്ടെങ്കിൽ അത് കോടതി പരിഹരിക്കും. സർക്കാർ വക വസ്തുവാണെങ്കിൽ സർക്കാർ അത് ക്ലെയിം ചെയ്യും. സർക്കാർ അത് ക്ലെയിം ചെയ്യുമ്പോൾ വഖഫ് ബോർഡിന് അവിടെ നിയമപരമായ നടപടികൾ ഈ വഖഫ് ആക്ടിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ടെന്നേ. അവർക്കും വഖഫ് ട്രിബ്യൂണലിൽ പോകാം. ഇനിമേലാൽ വഖഫ് ബോർഡിന് തർക്കമുള്ള പക്ഷം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിൽ പോകാം. പണ്ട് നമ്മുടെ സാധാരണ മുൻപത്തെ ജനങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ മാത്രമല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. അല്ല സ്റ്റാലിൻ ദേവൻ, ഈ ഉപയോഗം വഴി വഖഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിൽ കോടതി ആശങ്ക വല്ലതും രേഖപ്പെടുത്തി? ഇത് ഞാൻ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ഒന്നുമില്ലെന്നേ, ഈ പത്രക്കാർ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായില്ല. രാംകുമാർ സാറിന് അറിയാമല്ലോ, ഒരു അഡ്മിഷൻ സ്റ്റേയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്രയും എന്തെങ്കിലും കാര്യമായ ഒരു ഡിക്ലറേഷൻ കോടതി നടത്തൂ. പിന്നെ അവിടെ വാദം നടക്കുമ്പോൾ പരസ്പരം ചർച്ച നടത്തൂല, സംശയങ്ങൾ ജഡ്ജസ് ചോദിക്കും. ജഡ്ജസ് സംശയം ചോദിച്ചാലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ. അപ്പോൾ അവർ പല സംശയങ്ങളും ചോദിച്ച് കാണും, അതിന് മറുപടിയും കിട്ടിക്കാണും. അല്ലാതെ ഏതെങ്കിലും വാലും തുമ്പും എടുത്ത് വെച്ചിട്ട് ഇതാ അങ്ങനെ പറഞ്ഞു, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു, സുപ്രീം കോടതി നാളെ ഒരു ഇൻ്റർവ്യൂ ഓർഡർ കൊടുക്കും, അതുവരെ വെയിറ്റ് ചെയ്യൂ. സുപ്രീം കോടതി അപ്പോൾ ഇതൊക്കെ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓർഡറിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് നാളെ 2 മണിക്ക് വീണ്ടും തുടങ്ങുന്നുണ്ട്, അതിനുശേഷം നാളെ ഒരു 1/4 മണിക്കൂറെ കാണുള്ളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ 3 o'clock നമുക്ക് കോടതിയുടെ മനസ്സെന്താണെന്ന് വ്യക്തമാകുന്നേ. എന്തായാലും ഇവർ ആവശ്യപ്പെട്ട പ്രകാരം സ്റ്റേ കൊടുത്തില്ല. സ്റ്റേ ഇല്ല. എന്തൊക്കെ ഞങ്ങൾ പറയാൻ പോണ ഈ ഉത്തരവിൽ എന്തൊക്കെയായിരിക്കും ഈ 2 പോയിന്റ്സ് നമ്മൾ പരാമർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദർ ഈസ് നോ സ്റ്റേ അറ്റ് ഓൾ. ഈ CAA പോലെ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമവും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. നാളെ സ്റ്റേ കിട്ടത്തില്ല, അത് കോടതി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തിനാ ഇത്രയും വലിയ ബഹളം? നാളെ ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യാന്നേ. സുപ്രീം കോടതി എന്താണ് ഈ നിയമം തുലാസിലാവില്ല? ഇല്ല, ഒരിക്കലും ഉറപ്പിച്ച് പറയാം. 100%. ഞാൻ ഇന്ന് കേട്ടത് പ്രകാരമാണെങ്കിൽ 100% ഉറപ്പിച്ച് പറയാം. ദ കോർട്ട് ഹാസ് ആൾമോസ്റ്റ് കെയിം ടു എ കൺക്ലൂഷൻ. പക്ഷേ അവസാനത്തെ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെയും കൂടെ കുറച്ച് സമയം കൂടി 2 മണിക്ക് ശേഷം കേൾക്കാമെന്ന് പറഞ്ഞത്. ശ്രീ ശാലിനി, ഒറ്റ കാര്യം കൂടി, ഈ മുനമ്പത്തുകാരുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ, അല്ലേ? ആ സമരസമിതിക്ക് വേണ്ട നിയമോപദേശം കൂടി ഒരു റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്കുള്ള അറിവുകൾ പങ്കുവച്ചു അവരുമായിട്ടൊക്കെ, അല്ലേ? ആ അച്ഛന് ഉൾപ്പെടെയുള്ളവർക്ക് താങ്കൾ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ മുനമ്പം ജനതയെ വഞ്ചിച്ചു കേന്ദ്ര സർക്കാർ എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതിന് കൂടി ഒരു മറുപടി. അബ്സല്യൂട്ട്ലി നോട്ട്. സാറിനറിയാലോ, ഞാനാണ് ഈ 2A നിലവിൽ വന്നു കഴിഞ്ഞാൽ മുനമ്പം രക്ഷപ്പെടുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് ജനം TV ആണ്. 23-ാം തീയതി, ഫെബ്രുവരി മാസം 23-ാം തീയതി. അന്ന് ആരും ഇതിനൊന്നും ഏറ്റെടുക്കുകയോ അതെങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. എന്തായാലും ബില്ല് പാസ്സായതിന് ശേഷമാണ് ഇവൻ BJP നേതാക്കളും എന്നെ ബന്ധപ്പെടുന്നു. എന്താണ് നിങ്ങളങ്ങനെ പറയാനുള്ള കാരണം? എനിക്ക് കഴിയും പോലെയൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷെ എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 10-11 മാസം മുമ്പ് തന്നെ ഈ 1950 മുമ്പുള്ള രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ്സ് മുന്നാധാരങ്ങളെടുത്ത് വളരെ കാര്യമായ ഒരു റിസർച്ച് നടത്തിയിട്ട് ഈ സിദ്ദിഖ് ചേട്ടു വഖഫ് ഉണ്ടാക്കിയെന്ന് പറയുന്ന 1950 നവംബർ മാസം 1-ാം തീയതി അത് ഒരു 11 വയസ്സുള്ള ഒരു മൈനർ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട ഒരു വസ്തുവാണെന്നുള്ള ഏറ്റവും മുനമ്പത്തിന് ഏത് കോടതിയിൽ പോയാലും ജയിക്കാൻ പറ്റുന്ന ഒരു തെളിവെടുത്ത് കൊടുത്തു. പക്ഷേ അപ്പോഴാണ് ലാസ്റ്റിൽ എനിക്ക് മനസ്സിലായത്, കോൺഗ്രസിൻ്റെ കയ്യിലാണ് അവിടുത്തെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിയിലെ കൺവീനർ എന്നൊക്കെ പറഞ്ഞ ഈ ജോസഫ് ബെന്നിയും മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചോട്ടെ, ഞാൻ ഇത്രയും സഹായകരമായി കാര്യങ്ങൾ കൊടുത്തിട്ടൊക്കെ
ഒരു വില പോലും കൊടുത്തില്ല. അടുത്തായിട്ട് ഞാൻ പറഞ്ഞു, ഇത് വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ നിങ്ങൾക്ക് ആശ്വാസം തരാൻ പറ്റൂ, ഇതും കൂടി നേരെ വഖഫ് ട്രൈബ്യൂണലിൽ പോവില്ല. അവർ അതായത് അവർക്ക് ഡയറക്ഷൻ വരുന്നതൊക്കെ ഹൈബീഡിൻ്റെ ആൾക്കാരാണ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്പ്യാർ സാർ ഓർമ്മയ്ക്കുണ്ടാവും, ഒരു ദിവസം ഞാൻ ഈ ജനസഭ സംഘടിപ്പിച്ചപ്പോൾ ആദ്യത്തെ ജനസഭയിൽ ഇദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ വന്നിട്ട് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇവരെന്ത് പറയുന്ന ഒന്നും കേൾക്കാത്തത്. അങ്ങനെ വന്നിട്ട് അതിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് അഡ്മിനൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞു. ഈ കഴിയുന്ന തെളിവുകൾ കൊടുത്തിട്ട് ഞാൻ പിൻവാങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ വ്യക്തമായി, അതായത് ഞാൻ ഒരു ദിവസം ഈ ജന ടി വിയിൽ പറഞ്ഞു, ഇങ്ങനെ കേസ് നടത്തുകയാണെങ്കിൽ മുൻപത്തെ ജനങ്ങൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് പിറ്റേ ദിവസമാണ് ആ ചാനൽ ചർച്ച ഉണ്ടായിരുന്ന ഷോൺ ജോർജ് മുൻപത്ത് ചെല്ലുകയും അവരെ ഈ ബെച്ചു കുര്യൻ തോമസ് സാർ കൈകാര്യം ചെയ്യുന്ന ആ കേസിൽ കക്ഷി ചേർത്തതും പേരിനും വേണ്ടി വന്നിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കക്ഷി ചേർത്തു. അപ്പോൾ അപ്പോഴും അവർ കൊണ്ടുവച്ചാരാണ് അടുത്ത കോൺഗ്രസ്സുകാരൻ സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനോട് ബെച്ചു കുര്യൻ തോമസ് ആ വാദസമയത്ത് ചോദിച്ചു, ഡു യു ഹാവ് എനി റിലവൻറ്റ് പോയിന്റ് റൈസ്? വൈ? ബിക്കോസ് അദ്ദേഹത്തിന് മുൻപ് ചരിത്രമേ അറിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കരുത്. അപ്പോൾ ഒരു കോംപ്രമൈസിൻ്റെ ഒരു സാധ്യത ഉണ്ടാകും. മുനമ്പത്തെ വസ്തു മുനമ്പം തന്നെയാക്കി വിട്ടുകൊടുത്തതിന് ശേഷം വഖഫ് ബോർഡിന് പകരമായിട്ട് 10-500 ഏക്കർ എവിടെയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരുടെ മെയിൻ അജണ്ട. അതുകൊണ്ടാണ് 2A പ്രകാരം മുനമ്പത്തിന് പരിഹാരം ഇല്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ദൂരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ മനസ്സിലായി, ഈ കോൺഗ്രസിൻ്റെ കള്ളക്കളി അവർക്ക് മനസ്സിലായിട്ട് അവർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, സാറ് ഞങ്ങളെ കേസ് നടത്തി തരണം, ഞങ്ങൾക്ക് സാറിന് പരിപൂർണ്ണ വിശ്വാസം. ഞാൻ അതിൽ പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒരു മനുഷ്യരും ഞാൻ കേസ് നടത്തുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. വക്കീൽ ഉൾപ്പെടെ ആരാണെന്ന് ഞാനായിരിക്കും തീരുമാനിക്കും. എൻ്റെ ഇഷ്ടത്തിനേക്കായിരിക്കും കേസ് നടത്തുക. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഇപ്പോൾ കോടതി അടവാണ്, നമ്മുടെ ട്രൈബ്യൂണലും അവധിയിലാണ്. ട്രൈബ്യൂണലിന് മുന്നിൽ 2 കേസാണുള്ളത്. ഒന്ന്, ഈ വസ്തു സർക്കാർ വഖഫ് ബോർഡ് ഈ വസ്തു ഏറ്റെടുത്തതിന് ചലഞ്ച് ചെയ്തുകൊണ്ട് ഫറൂഖ് കോളേജ് കൊടുത്തത്. രണ്ടാമതൊന്ന്, ഈ വസ്തുവിനെ ഇവർ ഈ വഖഫ് അസറ്റ് ആ രജിസ്റ്ററിൽ എഴുതിയത്. ഈ 2 കേസുകളാണ് അവിടെ ഉള്ളത്. അതിൽ ഈ രണ്ടാമത്തെ കേസായ രജിസ്റ്ററിലേക്ക് എടുത്തതിന് എതിരെ അവർ പിന്നെ ഒരു ഡോക്യുമെൻ്റ് കാൾ ഫോർ ചെയ്ത സമയത്ത് അത് ട്രൈബ്യൂണൽ സമ്മതിച്ചില്ല. അങ്ങനെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ആ കേസിൽ ട്രിബ്യൂണലിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോയിക്കുള്ളൂ, പക്ഷേ ഫൈനൽ ഓർഡേഴ്സ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ കേസ് ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം, വരാൻ പോണ 15-ാം തീയതി ഒരു പെറ്റീഷൻ ഇത് കൊടുക്കാൻ പോവുകയാണ് ട്രൈബ്യൂണലിൽ. ഈ ട്രൈബ്യൂണലിന് 2A അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയം പരിഗണിക്കാനുള്ള ജുറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈബ്യൂണലിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയേണ്ടി വരും. ശരിയാണ്, ഈ 2A പ്രകാരമാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോട് കൂടി തന്നെ ഫറൂഖ് കോളേജ് പുറത്തു പോയി എന്ന് ട്രൈബ്യൂണലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ട്രൈബ്യൂണൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുനമ്പം സ്വതന്ത്രമാകുകയാണ്. കാരണം ദേ ആർ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ദ വഖഫ് ആക്ട് ഇറ്റ് സെൽഫ്. ഇവിടെ പ്രശ്നം എന്താണ്? വഖഫ് ആക്ടിന് അടിയിലാണ് മുനമ്പം കിടക്കുന്നത്. അപ്പോൾ ഇവർ നേരെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഫ്രീഡം ആണ്. അതല്ല, ട്രൈബ്യൂണൽ അനുവദിച്ചില്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ പോവും, റിട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുമല്ലോ ഈ 2A മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്തായാലും ഹൈക്കോടതി നടത്തുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസം തന്നെ ഈ കേരള സർക്കാരിന് ചാപ്റ്റർ 1 സെക്ഷൻ 2 വേണ്ട റൂൾസ് ഉണ്ടാക്കി ഇവരെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആർക്ക് എന്ത് ചെയ്യാം? കാരണം വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ പിൻഗാമികൾക്ക് വേണമെങ്കിൽ തർക്കമുണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതിയിൽ പോകാം. രാമകുമാർ സാറുണ്ട്, സാർ അത് കേട്ട് സാർ ഫർദർ ഗൈഡൻസും തരണം. സിവിൽ കോടതിയിൽ പോയാൽ എന്താണ്, ലോ ഓഫ് ലിമിറ്റേഷൻ പ്രകാരം ഇവർ റൈറ്റ് പോയി കഴിഞ്ഞു. ഇനി ഒരു കേസ് കോടതിക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. അഥവാ പരിഗണിച്ചാൽ തന്നെ ഇവർക്കും അഡ്വേഴ്സ് പൊസിഷൻ കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും ഈ 2 മാസത്തിനകത്ത് ഈ മുനമ്പം വിഷയം മുനമ്പത്തുകാർ ഫ്രീ ആവും, പരിഹരിക്കപ്പെടുന്നേ. ചുമ്മാ പുകമറ സൃഷ്ടിക്കുകയാണെന്നേ. ഇത് പഠിക്കത്തില്ല, മുൻപത്തിന് ചരിത്രം പഠിക്കത്തില്ല, വഖഫ് ആക്ട് പഠിക്കത്തില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് പഠിക്കില്ല, ചാനൽ ചർച്ച വരുന്ന വലിയ ഡയലോഗും അടിക്കും.
അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ ഈ മുനമ്പത്തെ പാവം ജനങ്ങൾ വിചാരിക്കുക എന്താണ്, അയ്യോ കൈ കിട്ടിയെന്ന് വിചാരിച്ചിരുന്നു പോയോ. എന്തായാലും അവരെന്തായാലും എനിക്ക് 100% എന്നിൽ ഇപ്പോൾ വിശ്വാസം തന്നിട്ടുണ്ട്, എനിക്ക് ആ കേസ് നടത്താനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും 2-3 മാസത്തിനകത്ത് മുനമ്പത്തെ ഒരു പുതിയ കഥ നിങ്ങൾക്കൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. സന്തോഷം നമുക്ക് ഈ ഫ്ലോറിൽ ഇരുന്ന് തീർച്ചയായിട്ടും ജനം TV-യിൽ തന്നെ നമുക്ക് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുക.